ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ്. നല്ല പുട്ടിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കിട്ടിയിലൻ കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കഴിക്കാവുള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ പുട്ടും കടലയാണല്ലോ ഒരു ചെറിയൊരു കോമ്പിനേഷൻ എന്ന് പറയണത്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഈ പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും കടലക്കറി എപ്പോഴും ബെസ്റ്റ് സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ 2 സവാളയും 1 തക്കാളി, അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാൻ അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ 2 സവാളയാണ് കേട്ടോ, അത്യാവശ്യം മീഡിയം ടൈപ്പ് സവാള കേട്ടോ. സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല ആദ്യം തലേന്ന് വെള്ളത്തിലിട്ട കടലയായിരുന്നു. പിറ്റേന്ന് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം രാവിലെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചാൽ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതോടെയും കൂടി നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർ വഴറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും, വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിൽ തന്നെ കടല വേവണേൻ്റെ ഒപ്പം തന്നെ നല്ലോണം അങ്ങോട്ട് വെന്ത് സെറ്റായിക്കോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടല പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് വേവിക്കുമ്പോൾ കടല അങ്ങനെ വേഗം കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും, ഉപ്പിടാണ്ട് വേവിക്കും. ഉപ്പിടാണ്ട് വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. എന്നിട്ട് കറി നല്ലോണം കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ലോണം ഉപ്പും കാര്യങ്ങളൊക്കെ ചേർന്നോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമോട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തോളൂ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചില കടലയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ വേവിക്കാം കേട്ടോ. ഞാനൊരു 4-5 വിസിൽ അടുപ്പിക്കും കേട്ടോ. അത്യാവശ്യം വേവുള്ള കടലയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 വിസിൽ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ കടല നല്ലോണം അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ. നല്ലോണം അടുപ്പത്ത് 4 വിസിലെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 4 അല്ലെങ്കിൽ 5 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ കടല അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിലേക്കും അത്യാവശ്യം നല്ലോണം വെന്ത് കുഴഞ്ഞ് നമ്മുടെ കടലയൊക്കെ ഉണ്ടല്ലോ, കടലയും അത്യാവശ്യം വെന്തെടുത്തുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് പാനാണ് എടുക്കണം ആ പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ്. ചിലവർ ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാവരുടെയും കൂടി ഒന്നിച്ചിട്ട് വേവിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷൂളടിക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കറിക്ക് അത്ര ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണെയാണ്. അതും ചേർത്തോണ്ട് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാല ആണെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉള്ളെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ആണെങ്കിലും മീറ്റ് മസാല ആണെങ്കിലും ഞാൻ ഏതാണ് എൻ്റെ കയ്യിലുള്ള അതാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. ഇന്ന മസാല വേണമെന്നൊന്നും എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കടലക്കറിക്ക് ഇപ്പോൾ ഏത് മസാലയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ചിലവർ ഈ മുട്ടക്കറിയുടെ മസാലയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും മുട്ടക്കറിയുടെ മസാലയൊന്നും അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഇതൊന്നും അല്ലെങ്കിൽ ഗരം മസാല, ഇതിലൊന്നാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഈ ചിക്കൻ മസാലയാണെങ്കിലും അതുപോലെ തന്നെ മീറ്റ് മസാലയാണെങ്കിലും അധികം അങ്ങനെ ഉപയോഗിക്കൽ അത്ര നല്ലതല്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കണേ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് തന്നെ കളർ മാറുന്ന രീതിക്ക് തന്നെ ഒന്ന് വറുത്തെടുത്തുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചാൽ കടലയുണ്ടല്ലോ അതങ്ങനെ ഒഴിച്ച് കൊടുക്കാട്ടെ. ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ആവി കയ്യിലേക്ക് അടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കുറവായിരിക്കും. നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കടല നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് അരിച്ചൊഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന്
നല്ലോണം ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരത്തേക്കാണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് കടലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയോടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടല ഇന്ന് അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ച് കടല ഉണ്ടാകുന്ന എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കടലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പിന്നെ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്താറാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിക്കൂട്ടോ. അത്യാവശ്യം നല്ലോണം ഒന്ന് കുറുകി വരുന്ന രീതിക്ക് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിക്കും. നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കടലയിലേക്ക് നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് വേണമെങ്കിൽ നമ്മൾ നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പലവരും കടലക്കറി വയ്ക്കണ പല രീതിക്കാണ്ടോ, ഞാൻ ഇങ്ങനെ വയ്ക്കുന്നതെന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പോടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തിളച്ച് ആ മസാലയും കടല എല്ലാവരുടെയും കൂടി ഒന്ന് സെറ്റ് ആവണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചില സമയങ്ങളിൽ ഞാൻ കടല അരച്ച് ചേർക്കും. കാരണം നല്ല കൊഴുപ്പ് വേണ്ട സമയങ്ങളിൽ ഒത്തിരി പേരൊക്കെ ഉണ്ട് ചാറ് കൂടുതൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് കടല എടുത്തിട്ട് അങ്ങനെ അരച്ച് ചേർക്കും. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് ധാരാളം. ഇത് ചിലപ്പോൾ ഞാൻ പിറ്റേന്നത്തേക്ക് നാളത്തേക്കും വയ്ക്കും. ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് എടുക്കാറുണ്ട് കടലക്കറി. കാരണം അങ്ങനെ തീരാറില്ല അതുകൊണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിഞ്ഞി ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഓഫാക്കിയിട്ട് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. ആ ഗരം മസാല തന്നെ നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണോണ്ട് തന്നെയുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമല്ലോ, ബീഫ് കറിയൊക്കെ വയ്ക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ അതുകൊണ്ട് നേരെ ഒരു ബൗളിലേക്ക് കോരി എടുക്കുന്നതാണ് കേട്ടോ. ഇനി പെട്ടെന്ന് ചായ കുടിക്കണം. നിച്ചുകൊണ്ട് സ്കൂളുള്ള ദിവസമാണ്. അന്നത്തെ രാവിലത്തെ സ്കൂൾ പഠിത്തമുള്ള ദിവസത്തെ ഒരു രാവിലത്തെ വീഡിയോയാണ് കേട്ടോ. ഞാൻ എടുത്ത് വച്ചാർന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കടലക്കറിക്ക് അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് മുമ്പും കടലക്കറിയുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളക്കടല ഉണ്ടല്ലോ, വെള്ളക്കടല കറി വയ്ക്കണതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചെറുതായിട്ടൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പുട്ടാണ്. പുട്ടും കടലക്കറിയാണ് കേട്ടോ. കിട്ടില്ല സാധനമാണ്. പുട്ടും കടലക്കറിയും പപ്പടം, അത് 3 കൂടി ബെസ്റ്റാണ് കേട്ടോ. ഇവിടെ പുട്ടും കടലക്കറിയാണെങ്കിൽ എല്ലാവർക്കും പപ്പടം നിർബന്ധമാണ്. ഇന്നിപ്പോൾ പപ്പടം ഇല്ലയെന്ന് മാത്രം കേട്ടോ. ഞാൻ ആ കാര്യം ഓർത്തില്ല, മറന്നുപോയി കേട്ടോ. പിന്നെ കട്ടന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണേയാണ് കേട്ടോ. അങ്ങനെ കടലക്കറിയും പുട്ടും ഇതെല്ലാവരുടെയും കൂടി അങ്ങോട്ട് കുഴച്ച് നിന്നുണ്ട്. കിഡിലും കൊമ്പോയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുട്ടും കടലയും പപ്പടം ഈ 3 ഐറ്റംസ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.